വെൽക്കം. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നമ്മൾ മോഡൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരാളെ മനസ്സിൽ കാണാനായിട്ട് മോഡൽ ചെയ്യാനുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും സ്പീഡിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ വളരെ ഡീസൻ്റായിട്ട് ചെയ്യുന്ന വാങ് ജിയാൻലിൻ, നിങ്ങൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് സെർച്ച് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് സെർച്ച് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ മൊത്തം ബിസിനസ് കിട്ടത്തുള്ളൂ. വാങ് ജിയാൻലിൻ എന്ന് പറയുന്നത് വാങ് ജിയാൻലിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കുന്നത്. ജിയാൻലിൻ. ഓക്കെ. ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു സീനിയർ ആർമി ഓഫീഷ്യലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫാദറും ആർമിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പഠനമൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ഇറങ്ങി ഈ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ ഫാദർ ഉണ്ടായിരുന്നു. അതിനുശേഷം പീപ്പിൾസ് ആർമിയിൽ ഇദ്ദേഹം വന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം വാലിയൻ വാദ ഗ്രൂപ്പ് എന്നാണ് ഇദ്ദേഹത്തിന് ജോയിൻ ചെയ്തത്. അതിൻ്റെ ചെയർമാനായിട്ടാണ് അദ്ദേഹം കമ്പനി ജോയിൻ. അതിന് മുമ്പ് കുറച്ച് കമ്പനികൾ ആർമി നല്ല ഇതായിരുന്നതിന് ശേഷം ഇറങ്ങിയിട്ട് പല ജോലികളെന്ന് പറഞ്ഞാൽ എല്ലാം വളരെ സീനിയർ ലെവലിലായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇതിലോട്ട് വരുന്നത്. ഇതിൽ വന്നു കഴിഞ്ഞപ്പം ഈ വാങ്ങിൻ്റെ ലീഡർഷിപ്പ് വന്നപ്പോൾ ലീഡർഷിപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ പെട്ടെന്ന് ഈ കമ്പനി അങ്ങ് വളർന്നെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അങ്ങ് വളർന്നു. അത് പിന്നെ അദ്ദേഹം അടുത്തത് വെക്കുന്നത് ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി. അതിനകത്ത് വളരെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി കൊണ്ടുവന്നിട്ട് അതിലൂടെ റിയൽ എസ്റ്റേറ്റിന് അതിന് വേണ്ടിയിട്ടുള്ള റിയൽ എസ്റ്റേറ്റിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റി അങ്ങനെയുള്ള ഇതിലേക്ക് അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ഇന്ന് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി കൊടുക്കുന്നത്. ഇന്ന് ഫോബ്സ് ലിസ്റ്റിൽ ഞാൻ ഒരിക്കൽ നോക്കുമ്പോൾ 18ാം സ്ഥാനമുണ്ട് അദ്ദേഹത്തിന്, ബില്യണേഴ്സിൻ്റെ ലിസ്റ്റിനകത്ത്. അപ്പോൾ നിങ്ങൾക്കറിയാം എത്രമാത്രം ഉയരത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് വളരെ ക്ലോസാണ്. ഇപ്പോഴത്തെ പ്രസിഡൻറ്റുമായിട്ട് വളരെ ക്ലോസാണ്. ഇദ്ദേഹം ഒരുപാട് ഇൻപുട്ടുകൾ ഇൻഡസ്ട്രി വിസ്ഡം ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ എപ്പോഴും ബിസിനസ്സുകാരെ മാറ്റി നിർത്താനായിട്ട് നോക്കുന്നുണ്ടല്ലോ, അങ്ങനെയല്ല. അപ്പോൾ ഷീ ജിൻപിങ്ങിൻ്റെ അപ്പോൾ അതനുസരിച്ച് ഈ ഇൻഡസ്ട്രി വിസ്ഡം എല്ലാം അദ്ദേഹം ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇങ്ങനെ എടുത്ത് വളരെ സൂക്ഷ്മം, ഞാൻ വളരെ മൈക്രോസ്കോപ്പിക്കായിട്ട് നോക്കിയിട്ടായിരിക്കും പലപ്പോഴും പറയുന്നത്. ഇദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ സീനിയർ മെമ്പറുമാണ്. അപ്പോൾ 17th പാർട്ടി കോൺഗ്രസ്സിൽ, നാഷണൽ കോൺഗ്രസ്സിൽ അദ്ദേഹം ഡെപ്യൂട്ടി ആയിരുന്നു. അപ്പോൾ പാർട്ടിയുടെ പല പരിപാടിക്കകത്തും അദ്ദേഹം വളരെ സജീവമായിട്ട്. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യരുത് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതും ചൈന പറയുന്നതായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ ഒരിക്കൽ ചൈനയിൽ നമ്മുടെ കൂടെ ഒത്തിരി പേരുണ്ട്. ഞാനൊരു പന്തയം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എണ്ണിക്കൊണ്ടിരിക്കും, ജസ്റ്റ് 5 മിനിറ്റേ തരത്തുള്ളൂ. ഈ 5 മിനിറ്റിനകത്ത് നിങ്ങൾ പോയിട്ട് അവിടെ കാണുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് 2 കാര്യം ചോദിക്കണം. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആരാണ്, പ്രസിഡൻറ്റ്, അദ്ദേഹം കഴിഞ്ഞ നെക്സ്റ്റ് പേഴ്സൺ ആരാണ്. ഈ നെക്സ്റ്റ് പേഴ്സൻ്റെ പേര് പറയുന്ന ആൾക്കാർക്കാണ് ഞാൻ $100 തരുമെന്ന് പറഞ്ഞ് $100 ഞാനിങ്ങനെ പൊക്കി കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ എന്നോട് ചോദിച്ചു. അവരവിടെ നിന്ന് എല്ലാ ജനത്തിനോടും ചോദിച്ചിട്ട് ഹായ് ഹൂയ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറി. ഞങ്ങളവിടെ ചെന്നപ്പോൾ കുറച്ച് ചൈനീസ് ഭാഷ പഠിച്ചു. അപ്പോൾ അതുമൊക്കെ വെച്ചിട്ട് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു. ഒരു പിടുത്തമില്ല, എല്ലാം തിരിച്ചു വന്നു, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അവിടെ പൊതുവെ ആൾക്കാർക്കൊന്ന് പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ആക്ടിവിറ്റി വേറൊരു പാർട്ടി ഇല്ലല്ലോ, മത്സരിച്ച് നടത്താനായിട്ട് മറ്റൊരു പാർട്ടി ഇല്ലാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഓരോ ഡെപ്യൂട്ടീസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഓരോ റീജിയൻ വെച്ചിട്ടുള്ളതുണ്ട്. അല്ലാതെ അവിടെ വേറൊരു പാർട്ടി പ്രവർത്തനമോ പാർട്ടി ചിന്തയോ കമ്മ്യൂണിസ്റ്റ് അല്ലാത്തൊരു ചിന്താഗതിയോ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതിയോ ഒന്നുമില്ല. വളരെ ഇതാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പോയി സംസാരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് വെറൈറ്റി നമുക്ക് കിട്ടും. സോ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വാലിയൻ ഗ്രൂപ്പിൻ്റെ അദ്ദേഹം ഒരുപാട് അവരുടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലേക്ക് ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നു. അപ്പോൾ ഇദ്ദേഹം ഷിയാങ്
റെസിഡൻഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇത് 92-ൽ കൊണ്ടുവന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെയർമാനായിട്ട് ഇദ്ദേഹം വർദ്ധിപ്പിച്ചിട്ടുള്ള 82 ലക്ഷറി ഹോട്ടൽസ്. ഒന്ന് ഇമാജിൻ ചെയ്തേ. നമ്മുടെ ലുലുവിൻ്റെ കൂട്ടൊക്കെയുള്ള, തിരുവനന്തപുരം ലുലുവിനെ പോലെയൊക്കെയുള്ള ഒരു 99 സ്റ്റോഴ്സ് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. 213 സിനിമാ തിയേറ്റേഴ്സ്, വലിയ മൾട്ടിപ്ലക്സാണ്. അതിനകത്ത് പിന്നെ 10-20 സിനിമ ഒരേ സമയത്ത് നടക്കുന്നതാണ്. അത്രയും തിയേറ്റേഴ്സ്. കാരണം അതനുസരിച്ച് അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നതോ മുറിച്ച് കൊടുക്കുന്നതോ ലാൻഡ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ കമ്മീഷൻ വാങ്ങിക്കുന്ന ഒന്നുമല്ല. ഇദ്ദേഹം ചെയ്തിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമ്മൾ 213 വലിയ സിനിമാ തിയേറ്റേഴ്സ് നിർമ്മിച്ചപ്പം അതും അതിൻ്റെ ചുറ്റളവിലുള്ള ഭൂമി, കാരണം ജനം ഒത്തിരി വരുമല്ലോ സിനിമാ തിയേറ്ററിൻ്റെ അടുത്ത്, അതിൻ്റെ എല്ലാം വില 10 ഇരട്ടി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കമ്പനി അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ ഈ 168 വാദിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സസ് ഉണ്ട്. ഷോപ്പിംഗ് പ്ലാസാസ് എന്നാണ് പറയുന്നത്. ചൈനയിൽ മാത്രം, അവർക്ക് പുറത്തുണ്ട്. പിന്നെ AMC തിയേറ്റേഴ്സ്. അപ്പോൾ അതേതാണ്ട് പിന്നെ ലോകത്തിൽ ബിഗ്ഗസ്റ്റ് തിയേറ്ററാണ് ആ ഗ്രൂപ്പ്. നിങ്ങൾക്കത് നെറ്റിൽ സെർച്ച് ചെയ്യാം. ഇത് US ബേസ്ഡാണ്. AMC എന്ന് പറയുന്നത് US ബേസ്ഡാണ്. അപ്പോൾ അപ്പോൾ ഇവർക്കാണ് അതിൻ്റെ മേജർ ഷെയർസ്. അത് പിന്നെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ വാങ്ദയുടെ പിന്നെ ഒരു വളരെ ലോങ് ആയിട്ടുള്ളൊരു ഡ്രീം അദ്ദേഹം ചെയ്തത് ചൈനയിലൊരു മിനി ഹോളിവുഡ് കൊണ്ടുവന്നു. ഈ ഹോളിവുഡിനെ കുറിച്ച് നമ്മൾ ഹോളിവുഡ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഒരു വലിയ മലയുടെ പടമാണ് പലപ്പോഴും ഇൻ്റർനെറ്റിലും ഇല്ലെങ്കിൽ സിനിമയ്ക്കകത്തൊക്കെ ഹോളിവുഡിനെ കുറിച്ച് പെട്ടെന്ന് വരുന്നത്. നമ്മളെന്നാൽ പിന്നെ ഹോളിവുഡിൽ പോയി കഴിഞ്ഞാൽ ഹോളിവുഡിൻ്റെ പ്രത്യേകത നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ പോകുന്ന വരത്തേക്ക് ഹോളിവുഡിനെ കുറിച്ച് ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനവിടെ ഹോളിവുഡിൽ പോയി ഒത്തിരി അതിനകത്തോടെ യാത്ര ചെയ്ത്, അപ്പോൾ നമുക്ക് ക്ഷീണിക്കുന്ന യാത്രയൊന്നുമില്ല, ഒത്തിരി ഏരിയ ഉണ്ടല്ലോ, അതൊക്കെ ആ ഒരു മാനേജ് ചെയ്ത് നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ്. എന്നെ അവിടെ ഏറ്റവും ഞാൻ എൻ്റർടൈൻ ചെയ്ത് പോയ അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് പോയ ഈ ഹോളിവുഡ് സിനിമയിൽ അഭിനയിക്കുന്ന ജീവികൾ, പക്ഷികൾ, പ്രാവ്, പിന്നെ പട്ടികൾ, ഇങ്ങനെ ഇതിനെല്ലാം പരിശീലിപ്പിച്ച് വെച്ചേക്കുന്നത്. ഇവരുടെ കൊണ്ട് എല്ലാ ദിവസവും ഷോ ഉണ്ട്, ഇവർ ഓരോന്ന് കാണിക്കുന്നത്. ഇവരൊക്കെയാണ് പല കഥാപാത്രങ്ങളായിട്ട് ഓരോ സിനിമയ്ക്കകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു പ്ലെയിൻ തകർന്ന് കിടക്കുന്നത്, അതിവിടുന്നോ വാങ്ങിച്ചുകൊണ്ടിട്ടതാണ് പണ്ട്. പക്ഷേ എല്ലാ സിനിമയ്ക്കകത്തും പ്ലെയിൻ തകർന്ന് കിടക്കുന്നത് ആ പ്ലെയിനാണ്. അതിനെ മാറ്റിയും തിരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും. ചിലപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ താഴെ വീണുകൊണ്ടിരിക്കുന്നതായിരിക്കും. അവരെങ്ങനെയാണ് ആ സിനിമ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ള വാട്ടർ വേൾഡ്, ഓരോ സിനിമയുടെ ഇത് അവിടെ തന്നെ അവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, വാട്ടർ വേൾഡ് എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളവിടെ നേരിട്ട് ചെന്ന് കണ്ടു കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. പക്ഷേ ഇദ്ദേഹം എന്താ വെച്ചാൽ ഒരു മിനി ഹോളിവുഡ് ചൈനയിൽ 2014 അത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് ക്യുങ്കോ എന്ന മറ്റേ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്തൊരു കാര്യം, ഇവർ ഈ മിനി ഹോളിവുഡൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഇവർ ഏതാണ്ട് 8 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് US തന്നെ, US ലണ്ടനും ഒക്കെ ആയിട്ട് കുറേ ഹോട്ടൽസ്, സ്പെയിനിൽ, പിന്നെ അതുപോലെ തന്നെ ഈ വണ്ട ഗ്രൂപ്പിൻ്റെ നമുക്ക് ഇന്ന് ഇന്ത്യയിലും ഉണ്ട്, ഹരിയാനയിൽ അവർക്ക് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അവർക്കൊരു സ്പാനിഷ് കമ്പനിയുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മളൊരു പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കാനുള്ളതെ കഴിഞ്ഞും കൂടുതൽ ഈ മനുഷ്യനിൽ നിന്നും മാത്രം പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഞാൻ ചെയ്യുന്ന ഒരുപാട് പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഇതിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ അത് അദ്ദേഹം ഈ അണ്ടർ വാട്ടർ 10,000 സ്ക്വയർ മീറ്റേഴ്സ് വരുന്ന വെള്ളത്തിനടിയിൽ 10,000 സ്ക്വയർ മീറ്റേഴ്സ് വരുന്ന ഒരു തിയേറ്റർ ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഇപ്പോൾ അത് വെച്ചിട്ടൊരു പടം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഷോർട്ട്ലി ദാറ്റ് വിൽ ബി റിലീസ്ഡ്. അപ്പോൾ അത് അവർ അക്വയർ ചെയ്ത് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി.
അപ്പോൾ ഈ ബെവർലി ഹില്ലെന്ന് പറയുന്ന ഏരിയയാണ്. ഈ ഹില്ലെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഹില്ലായിട്ട് ഓർമ്മ വരത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു എന്താണ് വളരെ വിശാലമായ മൊട്ടക്കുന്ന്. എന്നിട്ട് ഓരോ സിനിമകളുടെയും ഉണ്ടാക്കിയേക്കുന്നതിന് സൈറ്റിൽ നിന്നും അടുത്ത സൈറ്റിലേക്ക് നമുക്ക് പോകാൻ വണ്ടിയുണ്ട്. അപ്പം ആ വണ്ടിയിൽ മഴയാണെങ്കിലും നമ്മൾ നനയാതെ, അല്ലെങ്കിൽ നമുക്ക് കാലൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് മുഴുവനും കണ്ടിട്ട് വരാവുന്ന രീതിയിൽ ടൂർ അടിക്കാവുന്ന ഓപ്പൺ ആയിട്ടുള്ള വണ്ടികളുണ്ട്. അതിനകത്ത് എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്ന റെക്കോർഡറാക്കി നല്ല ഫൈനസ്റ്റ് രീതിയിൽ ആ ഓരോ സ്ഥലത്ത് ചെല്ലുന്നതിൻ്റെ ആ സ്പീഡ് അനുസരിച്ചാണ് ആ സാധനം വരുന്നത്. അതനുസരിച്ച് വളരെ കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കൂ, ജസ്റ്റ് സീ ഓൺ യുവർ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഒരിടത്ത് ചെന്നപ്പോഴത്തേക്കും ഒരു സൈക്കോളജി പേഷ്യൻ്റ് ഒരു വലിയ കത്തിയായിട്ട്, അപ്പോൾ അതിനകത്ത് ആക്ച്വലി ഒരു സിനിമയുടെ സീനാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും കണ്ടില്ല, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കുത്താനായിട്ട് ഒരുത്തന്നെ ഓടി വരുവാണ്. അപ്പോൾ ആ സിനിമയിലെ ക്യാരക്ടർ അവിടെ ചെയ്ത് വെച്ചേക്കാണ്. ഓരോ വണ്ടിയും വരുമ്പോൾ അവനിങ്ങനെ ഇത് അഭിനയിച്ച് വരും. എല്ലാം ഉണ്ട്, ജുറാസിക് പാർക്കും ഒക്കെ എൻ്റെ ഫേമസ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് അതായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഗോൾഡൻ ഗ്ലോബ് എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ അവാർഡുണ്ട്. ആ അവാർഡ് കൊടുക്കുന്ന കമ്പനി ഡിക് ക്ലാർക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് കൊടുക്കുന്നത്. ആ കമ്പനി ഇവരങ്ങ് വാങ്ങിച്ചു. അപ്പോൾ ഇപ്പോൾ ഇവർ ഡിസൈഡ് ചെയ്യുന്ന അങ്ങോട്ടാണല്ലോ അവാർഡ് പോകുന്നത്. സോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അക്കാഡമി ഓഫ് കൺട്രി മ്യൂസിക് അവാർഡ്സ്, അപ്പോൾ അങ്ങനെ ഈ US മുഴുവനും, അപ്പോൾ അക്കാഡമി അവാർഡ്സ് എല്ലാം ഇവർ ചൈനക്കാർ പറയുന്ന അവർക്കാണ് കൊടുക്കുന്നത്. ഒരു ലെജൻഡറി ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയായി മാറി. പിന്നെ അത് വളർന്നു. അപ്പോൾ US ബേസ്ഡ് ഹ്യൂജ് ഫിലിം പ്രൊഡക്ഷൻ കമ്പനി. എനിക്ക് തോന്നുന്നു ഇപ്പം ഹോളിവുഡിൽ ഏറ്റവും കൂടുതൽ മോണോപ്പൊളൈസ് ചെയ്ത് നിൽക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ കമ്പനി. അതുപോലെ തന്നെ ദ ഇക്കണോമിസ്റ്റൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നത് നെപ്പോളിയന് തുല്യമാണ് മോഡേൺ വേൾഡ്. ഇദ്ദേഹം അത്ര സ്പീഡിലാണ് ഇദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റിൽ കൂടെയാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ അസറ്റ്സ് ഉണ്ടാക്കിയത്. അസറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം പിന്നെ അതിനകത്ത് എല്ലാ ജോലിക്കാർക്കും യൂണിഫോം ഉണ്ട്, ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള യൂണിഫോം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആർമി പ്രവർത്തിക്കുന്നത് പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ദി ഇക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ പത്രം എഴുതിയത് ഇദ്ദേഹം ഒരു നെപ്പോളിയനിക് ആംബീഷ്യസ് ആണ്, അതുപോലെ ഒരു അംബീഷ്യസ് ആണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആസ്പിറേഷൻസ് ഭയങ്കര സ്ട്രിക്റ്റാണ്. ഡ്രസ് കോഡ് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവം ആർമിയുടെ അതേ സ്ട്രിക്ട്നെസ്, പക്ഷെ അതിനുള്ള പ്രോഗ്രസ്സും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹരൂൺ റിപ്പോർട്ട് എന്ന് പറയുന്നൊരു റിപ്പോർട്ടുണ്ട്. നമ്മൾ ഫോബ്സ് പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. HURN ഹരൂൺ റിപ്പോർട്ട്. അദ്ദേഹം ഇദ്ദേഹത്തെക്കുറിച്ച് മിക്കവാറും എനിക്കൊന്ന് ഇവിടെയുള്ള എല്ലാ കോടീശ്വരന്മാരെക്കുറിച്ചും അവർ ഈ ലിസ്റ്റിനകത്ത് പറഞ്ഞേക്കും. അപ്പോൾ ഈ ഹരൂൺ റിപ്പോർട്ടിനകത്ത് 25th റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ആയിട്ടാണ് 2017 പറഞ്ഞതാണ്. അപ്പോൾ ഇതേപോലെയുള്ള ആൾക്കാരെ നിങ്ങളൊരു ഇത് കൂട്ടൊരു 100 പേരെക്കുറിച്ച് പഠിക്കണം. അതൊരു 10 MBA എടുക്കുന്ന കഴിഞ്ഞും വലുതാണ് നമ്മൾ അത്രയും പഠിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പഠിക്കണം. അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകട്ടെ. നിങ്ങളും ഇതുപോലെ ഒരാളായി തീരട്ടെ. എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള കഥയും പഠിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.